പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും രണ്ടാം മാസത്തിൻ്റെ 24ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 14-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു, യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ദൈവത്തെ ഭയപ്പെടാതെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ നിന്നും ദൈവത്തെ സ്നേഹിക്കുന്ന ചില വ്യക്തികളെയും കുടുംബങ്ങളെയും ജനത്തെയും അതത് കാലങ്ങളിൽ ദൈവം തനിക്കായി വേർതിരിച്ചു കൊണ്ടിരിക്കുന്നു. നോഹയെ ആ തലമുറയിൽ ദൈവം നീതിമാനായി കണ്ടു. തന്നെക്കുറിച്ച് പിന്നീട് എഴുതിയിരിക്കുന്നത് നീതി പ്രസംഗിയായ നോഹയെന്നാണ്. എന്നാൽ വഷളത്വം പെരുകി ദൈവഭയമില്ലാത്ത തലമുറകളെ കൊണ്ട് അവൻ ലോകം ഇന്ന് നിറഞ്ഞിരിക്കുന്നു. മാതാപിതാക്കളെ ഭയമില്ല, അനുസരണയില്ല, ദൈവസ്നേഹമില്ല, ആരാധനയില്ല, പ്രാർത്ഥനയില്ല, ഉപവാസങ്ങളില്ല, ആരാധനയിൽ അവൻ ആലയത്തിൽ കടന്നു വരുന്നില്ല, ദൈവദാസന്മാരെ കണ്ടാൽ ബഹുമാനമില്ല. അങ്ങനെ ദുഷ്ടതയേറിയ ഒരു തലമുറ വാണുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നാമും ആയിരിക്കുന്നത്. ഇന്നത്തെ തലമുറകളെക്കുറിച്ച് ഭക്തന്മാർ പറയുന്നത് അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ എന്നാണ് പറയുന്നത്. മുൻകാലങ്ങളിൽ നീതിമാന്മാരായ തലമുറകൾക്ക് വേണ്ടി ദൈവം പല വൻകാര്യങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം ഈ തലമുറയിലും തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കും എന്നാണ് വചനം ഉറപ്പു തരുന്നത്. ദൈവത്തെക്കുറിച്ച് മോശ പാടിയിരിക്കുന്നത്, കർത്താവേ നീ തലമുറ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു എന്നാണ്. സത്യദൈവത്തെ സേവിക്കുന്നവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപക്ഷെ വിലയില്ലാത്തവരും ആൽബലം കുറഞ്ഞവരും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവരുമായിരിക്കാം. ഇങ്ങനെയുള്ളവരുടെ മേൽ എന്തും കാണിക്കാം. അവരെ ഉപദ്രവിച്ചാൽ ആരും ചോദിക്കാനില്ല. അല്ലെങ്കിൽ അവർക്ക് നീതി നിഷേധിച്ചാൽ അവർ എന്തു ചെയ്യാനാണ് എന്നിങ്ങനെ അവൻ അധികാരികളും മറ്റുള്ളവരും ധരിച്ചു വച്ചിരിക്കുന്നത്. നമ്മെ ഉപദ്രവിച്ചാൽ ലോകം നമുക്ക് വേണ്ടി വാദിക്കുവാൻ അവൻ വരില്ല. ആരുമില്ലെങ്കിലും, ആര് വാദിക്കാനില്ലെങ്കിലും ചോദിക്കാനില്ലെങ്കിലും നമ്മുടെ തലമുറയിൽ നീതിമാന് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം മറന്നു പോകരുത്. യാക്കോബിൻ്റെ മടക്കയാത്രയിൽ ലാബാൻ അടുത്തു വന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്, എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. അവൻ്റെ തലമുറയിൽ യാക്കോബ് ആൽബലം കുറഞ്ഞവനായിരുന്നുവെങ്കിലും ദൈവം അവൻ യാക്കോബിനോട് കൂടെയുണ്ടായിരുന്നു. ഹാമാനെ വണങ്ങാത്ത മൊർദെഖായിയെ മാത്രം കൊല്ലുന്നത് വെറും കുറച്ചിലായി ഹാമാന് തോന്നിയത് കൊണ്ട് ഇനി അവൻ കുലത്തിൽ നിന്ന് പോലും ഒരു തരത്തിൽ ഒരുത്തനും എഴുന്നേൽക്കാൻ പാടില്ല എന്ന ചിന്തയോടുകൂടെ യഹൂദ വർഗത്തെ മുഴുവൻ മുടിച്ചു കളയുവാൻ താൻ തീരുമാനിച്ചു. യഹൂദന്മാരെ കൊന്നുമുടിക്കുവാനുള്ള കൽപ്പനകളും പുറപ്പെടുവിച്ചു. ആ ദിവസത്തിനായി ഹാമാൻ കാത്തിരുന്നു. കൂടാതെ തൻ്റെ ഭാര്യയുടെയും സ്നേഹിതരുടെയും ആലോചന പ്രകാരം ഒരു കഴുകുമരവും ഒരുക്കി മൊർദെഖായിയെ തൂക്കി കളയുവാൻ അവൻ തീരുമാനിച്ചു. എന്നാൽ കാര്യങ്ങൾ മാറി മറിയുവാൻ തുടങ്ങി. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടെന്നുള്ളത് വെളിപ്പെട്ടു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറയുന്നത് പോലെ എന്ന പഴമൊഴി പ്രകാരം ഹാമാനും അവൻ്റെ കുടുംബവും അവരുടെ വംശവും അശേഷം ഇല്ലാതെയായി പോയി ഈ ഭൂമിയിൽ നിന്ന്. ദാവീദിനെ ഉപദ്രവിക്കുന്നതിൽ രസം കണ്ടെത്തിയ
സന്തോഷം കണ്ടെത്തിയ മനുഷ്യനായിരുന്നു ശൗൽ രാജാവ്. ശത്രുവിനെതിരായി യുദ്ധം ചെയ്യുന്നതിൽ അധികം പ്രാവശ്യം കേവലം മനുഷ്യനായ ദാവീദിനെ കൊല്ലുവാൻ സകല സൈന്യത്തോടും കൂടെ ശൗൽ പാളയമിറങ്ങിയിട്ടുണ്ട്. എന്നാൽ യഹോവ ദാവീദിനോട് കൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തത് കൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. ദാവീദ് ഒരിക്കലും ശൗലിനെയോ അവൻ്റെ കുടുംബത്തെയോ ഉപദ്രവിച്ചില്ല. അതിനുള്ള അവസരങ്ങൾ വന്നപ്പോഴും താൻ ഒഴിഞ്ഞു മാറിയതേയുള്ളൂ. ദൈവം നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടെന്നുള്ള ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു. ആമേൻ. വിശ്വസ്തനായിരുന്നതിനാൽ എതിരാളികൾക്ക് അവനിൽ ഒരു കുറ്റവും കാണുവാൻ കഴിഞ്ഞില്ല. ആമേൻ. ദാനിയേൽ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. ദാനിയേലിന് ലഭിക്കുവാൻ പോകുന്ന ഉന്നത പദവികൾ തടയുന്നതിനും തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഗൂഢാലോചന ശത്രുപക്ഷത്തു നിന്നും ഉണ്ടായി. എന്നാൽ നീതിമാന്മാരുടെ തലമുറയിൽ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് ദാനിയേലിനെ ദൈവം ഉയർത്തുവാനിടയായി. ആമേൻ. നല്ലവനായി ജീവിക്കുകയും വല്ലപ്പോഴും ചില്ലറ സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്നതൊഴിച്ചാൽ മറ്റൊരു കുഴപ്പങ്ങളും ഇല്ലാത്തവനായിരുന്നു യോസഫ്. എന്നാൽ തൻ്റെ സഹോദരങ്ങൾ ആദ്യം പൊട്ടക്കിണറ്റിലും പിന്നീട് മിദ്യാനി കച്ചവടക്കാർക്കും യോസഫിനെ വിറ്റു. ഈ സന്ദർഭങ്ങളിൽ യോസഫ് ഉള്ളം നുറുങ്ങി കരഞ്ഞു. കരച്ചിൽ അവർ ആരും, സഹോദരങ്ങൾ ആരും കേട്ടില്ല. കേട്ടെങ്കിലും ഗൗനിച്ചില്ല. എന്നാൽ സകലതും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവം നീതിമാന്മാരുടെ തലമുറയിലുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് യോസഫിൽ കൂടെ ദൈവം വെളിപ്പെട്ടു. ആകയാൽ പ്രിയ ദൈവവേദിലെ നീതിക്ക് വേണ്ടി കരയുകയാണോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. തലമുറകളുടെ ഭാവി ആമേൻ വിഷയങ്ങളിൽ ഒരു നീതി ലഭിക്കുവാൻ കരയുകയാണോ? പാർക്കുന്ന ഭവനം ഭാമേസ്ത്രം ലഭിക്കുവാൻ ഒരു നീതിക്ക് വേണ്ടി കരയുകയാണോ? ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഒരു നീതിക്ക് വേണ്ടി കരയുകയാണോ? സാമ്പത്തിക ബാധ്യതയുടെ നടുവിൽ ഒരു നീതിക്ക് വേണ്ടി കരയുകയാണോ? ഇന്ന് പ്രഭാതം ഒരു നീതിക്ക് വേണ്ടി കരയുന്ന അവൻ നീതിമാനാണെങ്കിൽ, നിന്റെ വിഷയത്തിന് സത്യസന്ധതയുണ്ടെങ്കിൽ, വിശ്വസ്തതയുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നീതിമാനായി വെളിപ്പെടുക തന്നെ ചെയ്യും. ആകയാൽ ഈ പ്രഭാതം ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിഷയങ്ങളിൽ അവൻ നീതി വേണം. നാം നീതിമാൻ്റെ ആ നിലയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്കായി പ്രവർത്തിക്കുവാനിടയായി. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നമ്മുടെ കണ്ണുകളെ ദിവസത്തിനടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ ഒരു നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നീതിക്ക് വേണ്ടി ഹോസ്പിറ്റലുകളിൽ കരയുന്ന പ്രിയപ്പെട്ടവർ, കോടതി മുറികളിൽ കരയുന്നവർ, കർത്താവെ, കുടുംബത്തിനകത്തളത്തിൽ, ദൈവസഭയ്ക്കകത്ത്, സംഘടനാതലങ്ങളിൽ നീതിക്ക് വേണ്ടി കരയുന്ന അനേക ദൈവക്കുഞ്ഞുങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവം ഈ പ്രഭാതം നീതിയുടെ കരം അയച്ച് അവരെ അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങൾക്ക് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതം ഏകാന്തതയുടെ അനുഭവങ്ങളിൽ, മാനസികമായ നിരാശകൾ, വാർദ്ധക്യമായ ബലഹീനതകൾ, സാമ്പത്തികമില്ലാതെ കടഭാരങ്ങളിൽ ഭാരപ്പെടുന്നവർ, ദൈവമേ, ഇന്ന് പകൽ ഒരു നീതി അവിടെ മേൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കും. മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.